ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. മരക്കൂട്ടം വരെയും ഭക്തരുടെ നീണ്ട ക്യൂ ആണ്. 18-ാം പടി കയറാനുള്ള കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ നീളുന്നുണ്ട്. മരക്കൂട്ടത്ത് നിന്നും ചെറു സംഘമായാണ് നിലവിൽ ഭക്തരെ കടത്തിവിടുന്നത്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. മരക്കൂട്ടം വരെയും ഭക്തരുടെ നീണ്ട നിരയുണ്ടല്ലേ? തീർച്ചയായും പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നടപ്പന്തലിലാണ്. ഈ നടപ്പന്തലിലെ തിരക്ക് തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസവും ഇത് തന്നെയായിരുന്നു. കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി. അതോടൊപ്പം തന്നെ തുടർച്ചയായി ദിവസങ്ങളിൽ ഇത് തന്നെയാണ്. അതായത് ഈ നടപ്പന്തലും കഴിഞ്ഞ് ശരംകുത്തിയും കഴിഞ്ഞ് മരക്കൂട്ടം വരെയും ഭക്തർ എത്തുന്ന ഒരു സാഹചര്യം. പമ്പയിൽ നിന്ന് വീണ്ടും ഭക്തർ ഇങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് 18-ാം പടിക്ക് അരികിലേക്ക് എത്തണമെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ എത്തിയവരുണ്ട്. അവരൊക്കെ രാവിലെയാണ് ദർശനം. അതായത് നട തുറക്കുന്നത് 3 മണിക്കാണ്. അതുവരെ തന്നെ ഇവിടെ കാത്തു നിന്ന ശേഷം രാവിലെയോടുകൂടി ദർശനം നടത്തി തിരികെ മടങ്ങുകയാണ്. ഈ തിരികെ മടങ്ങുന്നവരും അതോടൊപ്പം തന്നെ ഇവിടേക്ക് കയറി വരുന്നവരുമൊക്കെ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തിരക്ക് നമുക്ക് എപ്പോഴും ഈ നടപ്പന്തലിൽ അനുഭവപ്പെടുന്നുള്ളത് തന്നെയാണ്. ഈ 18-ാം പടിയിലൂടെ ഭക്തജനങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ താഴെ വലിയ തരത്തിൽ ഭക്തജന തിരക്കുണ്ടാകുന്നു. അവർക്ക് 18-ാം പടിയിലൂടെ കടന്ന് മുകളിലേക്ക് കയറാൻ, അതായത് ആ ഒരു ഭാഗത്തൂടെ വേണം സന്നിധാനത്തേക്ക് ആ പടി ഓരോന്നും ചവിട്ടി മുകളിലേക്ക് കയറണം. അപ്പോൾ അതിൻ്റെ വേഗതയാണ്, അതിലൂടെ കയറുന്ന വേഗത തന്നെയാണ് ഈ തിരക്ക് കൃത്യമായി താഴെയുള്ളവർക്ക് ആ തിരക്കൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാരോട് എത്രയും വേഗം തന്നെ ഈ ഭക്തരെ 18-ാം പടി വഴി മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ നടപ്പന്തലിലേക്ക് ഘട്ടം ഘട്ടമായാണ് ഭക്തരെ കയറ്റി വിടുന്നത്. അല്ലെങ്കിൽ വലിയ ഒരു ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരു സ്ഥലം പോലും ഒഴിവില്ല എന്നുള്ളതാണ്. ഈ നടപ്പന്തൽ മുഴുവനായി തന്നെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾ അവർ കാത്തു നിൽക്കുന്നുണ്ട്. കുഞ്ഞുമായൊക്കെ തന്നെ അവർ ഈ തിരക്കിനിടയിലും ഇരിക്കുന്ന, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ പറ്റും, അവരൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ദർശനത്തിനായി. ഇനി മുകളിലേക്ക് എത്തിയിട്ട് വേണം ഇനി 18-ാം പടിക്ക് അരികിലേക്ക് എത്താൻ. അത് കഴിഞ്ഞ ശേഷം വേണം സന്നിധാനത്തേക്ക് എത്താൻ. എന്തായാലും വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങളുണ്ട്. അവരൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്വാമി ശരണം. സ്വാമി ശരണം. എവിടുന്നാ? പന്തിരങ്കാവ്. തിരക്ക് എങ്ങനെയുണ്ട്? തിരക്ക് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ വന്നതാ? ഇന്ന് രാവിലെ എത്തി. ഈ കാത്തു നിൽക്കണം 18-ാം പടിക്ക്. 18-ാം പടി എത്താൻ ഒരുപാട് സമയം. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട്. എങ്ങനെ, ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നോ സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു? ഓൺലൈൻ ബുക്ക് ചെയ്താ. എന്നാ ബുക്ക് ചെയ്തത്? ബുക്ക് ചെയ്തിട്ട് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്താ. ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ലോട്ടുകളൊന്നും ഒഴിവില്ല എന്നാണ് കേൾക്കുന്നത്. ആണ്. കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികളൊക്കെ മാളിയപ്പുറം എത്രയല്ല പഠിക്കുന്നത്? തിരക്കുണ്ടോ? എങ്ങനെയുണ്ട്? ആളുകളൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടോ ആളുകൾ? ആദ്യമായിട്ടാണോ? രണ്ടാമത്തെയാണോ? അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ട്, കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ. അതോടൊപ്പം ഈ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ കയ്യിൽ വെച്ച് ആ തിരക്കിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 18-ാം പടിയിലേക്ക് എത്തണമെങ്കിൽ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ്. തിരക്ക് പോലീസിൻ്റെ നിയന്ത്രണങ്ങളിൽ ചെറിയ പാളിച്ചയൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് ഇന്ന് കൃത്യമായും നിയന്ത്രിച്ചാൽ മാത്രമേ എല്ലാ ഭക്തർക്കും ദർശനം സാധ്യമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് അടിയന്തര ഘട്ടങ്ങളിലൊക്കെ മറ്റ് സംവിധാനങ്ങൾക്കും പ്രവർത്തിക്കാനാകുമെന്നുള്ളതാണ്. കൂടുതലായി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഓരോ ദിവസവും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കാത്തിരിക്കുന്ന ഭക്തജനങ്ങളാണ്. കാരണം ഈ നടപ്പന്തലിൽ നിന്ന് ഇതുവരെയും മുന്നോട്ട് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. നമ്മൾ തുടങ്ങിയ ശേഷം ഇതുവരെയും ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അത്തരത്തിൽ മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ് ഉണ്ടാകുന്നത്. ഓരോ ഭാഗത്തു നിന്നും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ. ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ശരംകുത്തി വരെയും ഇത് തന്നെയാണ്. ഈ ഒരു ക്യൂ നമുക്ക് കാണുവാൻ സാധിക്കും. കുട്ടികളും അങ്ങനെ കുഞ്ഞു മാളികപ്പുറങ്ങളും അമ്മമാരും എല്ലാവരും അങ്ങനെ നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ നമ്മളോട്
പങ്കുവയ്ക്കുന്നത്. രാവിലെ വന്നവരുണ്ട്, കഴിഞ്ഞ ദിവസം വന്നവരൊക്കെ ഏകദേശവും മുകളിലേക്ക് കയറി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ വന്നവരാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു തിരക്ക് ഓരോ ദിവസവും, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ റെക്കോർഡ് സംഖ്യയായിരുന്നു. ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസവും 90,000-നോട് അടുപ്പിച്ച് ഈ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മളോട് ഇന്ന് ഈ സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സ്പോട്ട് ബുക്കിങ്ങിൽ 10,000 പേർ അധികമായി എത്തി എന്നുള്ളതാണ്. അവർ 10,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ കൂടുതലായി ഇങ്ങോട്ടേക്ക് ദർശനത്തിനെത്തി. അവരുടെ ഒരു തിരക്ക് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടു. അത്തരത്തിൽ സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ വർധനവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. കാരണം ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സ്ലോട്ടുകളില്ലെങ്കിൽ അവർ ഭക്തർ ആശ്രയിക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് തന്നെയാണ്. ഇവിടേക്ക് നേരിട്ടെത്തി പമ്പയിൽ നിന്നും അവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം ഇങ്ങോട്ടേക്ക് കയറി വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായും നിയന്ത്രിച്ച് മാത്രമേ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. മണിക്കൂറുകളുടെ കാത്തിരിപ്പ്, അവരൊക്കെ ശബരിമലയിൽ എത്തി അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. സ്വാമി ശരണം. നാദാപുരം എത്ര സമയമായി വന്നിട്ട്? 6 മണിക്ക് ഇവിടെ എത്തിയ പാമ്പാലി. 6 മണിക്ക് ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ട്? കുട്ടികളുണ്ട്, 2 ആളുണ്ട്. ആദ്യമായിട്ടാണോ? അല്ല, രണ്ടാമത്. നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണ ഒരു തിരക്ക്? വലിയൊരു തിരക്ക് തന്നെയല്ലേ? ഇന്നത്തെ ചെറിയ തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതിനേക്കാളും വലിയ തിരക്കായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു? ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു, സ്പോട്ട് ബുക്കിംഗ്? ഓൺലൈൻ ബുക്കിംഗ് 22 ആളുണ്ട്, 22 പേര്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തവരൊക്കെ എത്തിയവരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓരോ ഭാഗത്തും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വരി വലിയ ഒരു നീണ്ട വരിയായി തന്നെ അങ്ങ് പുറകിൽ വരെയുണ്ട്. അതോടൊപ്പം ശരംകുത്തി വരെയും ഇങ്ങനെ തിരക്ക് തുടരുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകും. സ്വാമി ശരണം. പേര്? വർദ്ധിനി. എവിടെ സ്ഥലം? സിക്കന്ദരാബാദ്. ഓക്കെ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ നിൽക്കുന്ന ദൃശ്യങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു നടപ്പന്തലിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് ഓരോ മണിക്കൂറുകളിലും ഇവിടെ ഭക്തരങ്ങനെ ഈ ഒരു തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ രാത്രിയിലൊക്കെ ഇവിടെ കാത്തു നിന്ന ഭക്തർ, അവരൊക്കെ മണിക്കൂറുകളോളം അങ്ങനെ കാത്തു നിന്ന് ഇന്ന് രാവിലെയാണ് ദർശനം സാധ്യമായത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എത്തുന്ന ഭക്തർ. ഇവരുടെ ദർശന സമയമെന്ന് പറയുന്നത് തന്നെ ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ അത്തരത്തിലൊരു തിരക്കാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മറ്റൊരു കാര്യം, ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഈ ഇത്തരത്തിലൊരു സംഭവം, അതായത് ആംബുലൻസ് കടന്നു പോകവേ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ആ സ്ഥലമാണ് ഇനി അങ്ങോട്ട് കടക്കുമ്പോഴുള്ളത്. അതായത് ആംബുലൻസ് വരുമ്പോൾ ഈ എമർജൻസി പാതയിലൊക്കെ ഭക്തജനങ്ങൾ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിലൊരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള വിശദീകരണം എന്ന് പറയുന്നത് ഈ സ്പോട്ട് ബുക്കിങ്ങിൽ അധികമായി വന്ന 10,000 പേർ അധികമായി വരുന്നു. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഈ വഴികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു തിരക്ക് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒക്കെയാണ് പറയുന്നത്. ഇത്തരത്തിൽ എമർജൻസി പാതകളൊക്കെ പോലീസ് കൃത്യമായും നിയന്ത്രിച്ചു കൊണ്ടുവേണം ഈ എന്തെങ്കിലും വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യമൊക്കെ പോലീസ് തന്നെ ഒരു. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ തിരക്ക്. അത് ഈ നടപ്പന്തലിലെ ഓരോ ഭാഗത്തും വലിയ തിരക്ക് നമുക്ക്. ശരി മനോജ്, ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയൊരു നിര തന്നെ രാവിലെ മുതൽ അയ്യനെ തൊഴാൻ ഉണ്ട്. മരക്കൂട്ടം വരെയും ഭക്തരുടെ നിര, നീണ്ട ക്യൂ ഉണ്ട്. 18-ാം പടി കയറാനുള്ള കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ നീളുന്നുണ്ട്. മരക്കൂട്ടത്ത് നിന്നും ചെറു സംഘമായാണ് നിലവിൽ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് എം മനോജ്.